എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇഫാന് അവൾ പുതിയൊരു വീട് അന്വേഷിക്കുകയാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ, അങ്കിള് അവളെ ഉപദ്രവിച്ചതിന് ശേഷം പിന്നെ അവൾ ആ വീട്ടിൽ നിന്നിട്ടില്ല. അവൾ അവളുടെ പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. എന്നിട്ട് പുതിയൊരു വീട്ടിൽ പുതിയൊരു പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് അവൾ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. എന്നിട്ട് അവൾ കണ്ടുപിടിച്ച ആ വീടിൻ്റെ ഓണർ അവളെയും കൊണ്ട് വരികയാണ്. എന്നാൽ ആ ഒരു അമ്മയുടെ മകളുണ്ട് കേട്ടോ. ഈ ഇഫാനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. കാരണം അവൾക്കൊരു പുതിയ ഫ്രണ്ട് കിട്ടി എന്നതാണ് അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്നിട്ട് വന്ന പാടെ അവളെ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതൊരു സീക്രട്ട് റൂമാണ്, ഇവിടെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാം, പിന്നെ നമുക്കിടയിലുള്ള ആ ഒരു സീക്രറ്റ്സും ഇവിടെ വെച്ച് നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറയുന്നു. എന്നിട്ട് അവളുടെ റൂം കാണിച്ചു കൊടുക്കും. ആ റൂമാണ് അവൾക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നും പറയുന്നു. പിന്നെ അങ്ങനെ എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവളുടെ അമ്മ അവളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ ഇഫാൻ അപ്പോഴും ഭയങ്കര വിഷമിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു പുതിയൊരു വീട്ടിലോട്ട് വന്ന പാടെ ഇവരൊന്നും അത്ര പരിചയമില്ലല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ആൻറ്റി അവളെ നന്നായിട്ട് ഇങ്ങനെ കംഫർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് സ്വന്തം വീട് പോലെ നീ കരുതിക്കോ, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പെൺകുട്ടി സമയം എത്രയായി എന്ന് ചോദിക്കുന്നത്. അതിൽ അമ്മ ആ ഒരു ടൈം പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യോ ഞാനൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ആ ഒരു സീക്രട്ട് റൂമിലോട്ട് ഓടുകയാണ്. അപ്പോൾ അമ്മ കാര്യം ചോദിക്കുമ്പോഴോ അവൾ വിളിച്ചു പറയുകയാണ് അവളും കോളേജ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിട്ട് പുതിയ കോളേജിലോട്ട് ചേരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. എന്നിട്ട് ഈ പെൺകുട്ടി പറയുന്നത് അവൾ ഒരു കോളേജ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു കോളേജ് മാറ്റി അത് കൊടുക്കാനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നത്. അത് കേട്ടപ്പോൾ ഇഫാനും ഒന്ന് സ്റ്റക്ക് ആയിക്കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ഇവളുടെ അടുത്തോട്ട് വന്നിട്ട് ഇവളോട് ചോദിക്കും എന്താ ചെയ്യുന്നതെന്ന്. അതിൽ അവളിങ്ങനെ പറയും അവൾ കോളേജ് മാറ്റി കൊടുക്കുകയാണ്. അവൾ ആദ്യം വിചാരിച്ച കോളേജല്ല, ഇപ്പോൾ അവൾ വേറൊരു കോളേജാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് റീസൺ പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനുണ്ട്, ആ പയ്യനെ ആ കോളേജിലാണ് ചേരുന്നത്, അതുകൊണ്ടാണ് ഇവളും ആ ഒരു കോളേജിലോട്ട് പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇഫാനും പെട്ടെന്ന് ഇവളോട് അവളുടെ കമ്പ്യൂട്ടർ ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. അതിൽ അവൾ സന്തോഷപൂർവ്വം കൊടുക്കും. അങ്ങനെ ഇഫാനും അവളും അവളുടെ ആ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് അവളുടെ യൂണിവേഴ്സിറ്റി ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുകയാണ്. അതിൽ ഇവൾ ചോദിക്കും എന്തിനാ നീ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇഫാനും അതേ റീസൺ പറയും, കാരണം അവളും കോളേജ് മാറ്റി കൊടുക്കുകയാണെന്ന് പറയുന്നു. അതിൽ പെൺകുട്ടി ചോദിക്കും നിനക്കും ഇഷ്ടപ്പെട്ട വല്ല പയ്യനുമുണ്ടോ, അവനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പോലെ ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഒന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് എനിക്ക് ഈ ഒരു നാട്ടിൽ നിന്ന് പോകണം, എനിക്ക് വേറെ ദൂരെ എവിടെയെങ്കിലും പഠിക്കണം, അതും എന്നെ അറിയുന്ന ഒരാൾ പോലും അവിടെ ഉണ്ടാവരുത് എന്ന് ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. അതൊക്കെ കേട്ട് ഈ പെൺകുട്ടിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല, പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രം മനസ്സിലായി. എന്നിട്ട് അവൾ കുറച്ച് നേരം ഉപദേശിക്കും. പിന്നെ അവൾക്കൊരു പ്രൈവസി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെയാണ് ഇഫാൻ ആ ഒരു യൂണിവേഴ്സിറ്റി ഞാനോട് ഇത്രയും കാലം പ്രോമിസ് ചെയ്തിരുന്ന അവർ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന അതേ ക്യാമ്പസിലൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നല്ലോ, ആ ഒരു കോളേജ് ഇവൾ മാറ്റാനുണ്ടായ ആ ഒരു സാഹചര്യം ഇങ്ങനെയാണ്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഞാനും ആ ഒരു അങ്കിളും തമ്മിൽ ഭയങ്കര ഫൈറ്റൊക്കെ ഉണ്ടായല്ലോ. ആ അങ്കിള് കിട്ടിയ ഒരു ബോട്ടിൽ കൊണ്ട് ഇവനെ നന്നായിട്ട് തലക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവനും ഭയങ്കര ചോരയിലൊക്കെ കളിച്ച് നിൽക്കുകയാണ്. ഇവൻ പക്ഷേ ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ല, ഇവനെ തന്നെ കെയർ ചെയ്തുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ വെക്കുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഇവൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നും. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോവില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവന് അവരോട് ഭയങ്കര ദേഷ്യത്തിൽ പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ജോലി പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇടുകയാണ്. അതിൽ പിന്നെ അവരൊന്നും മിണ്ടാതെ വേഗം പോകും. ഇനി അങ്ങനെ ഇവരെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഇവന് പെട്ടെന്ന് മറ്റൊരാളെ കാണുന്നത്. അതായത് ഈ ഒരു ട്രയോസ് ഉണ്ടല്ലോ, ഇഫാൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രയോസ്, അതിലുള്ള ആ ഒരു പയ്യന് ഇവിടെ ഇരിക്കുന്നു. അതിൽ ഞാൻ ഭയങ്കര സംശയത്തിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും നീ എന്താ ഇവിടെ എന്ന്. എന്നാൽ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു പയ്യൻ പെട്ടെന്ന് ചോദിക്കുന്നത് നിനക്കും ഇഫാനും തമ്മിൽ എന്താ പ്രശ്നം, അവളെന്താ ഈ നാട് വിട്ടു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എനിക്ക് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നും അവന് പറയുമ്പോൾ ഞാൻ അതെല്ലാം കേട്ടിട്ട് ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പിന്നെ അവൾ എന്തിനാ പോയതെന്ന് എനിക്കും അറിയില്ല എന്ന് പറയുന്നു. അതിൽ ഒരു പയ്യൻ പറയും ശരിക്കും നീയാണ് തോന്നുന്നു അവളുടെ പ്രശ്നം, അവൾ പണ്ട് ആ ഒരു യൂണിവേഴ്സിറ്റി മാറ്റി കുത്തിയതും പിന്നെ ഇപ്പോൾ ഒളിച്ചോടിയതും എല്ലാം നീ കാരണമായിരിക്കും. പിന്നെ നമ്മൾ തമ്മിൽ അന്ന് കണ്ടപ്പോൾ ഞാനൊരു തവണ പറഞ്ഞല്ലോ അവളും ഞാനും കൂടി ഒരുമിച്ച് ഈ ഹേല് പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ന്. ആക്ച്വലി എൻ്റെ പാരൻസിന് ഓൾറെഡി വിദേശത്ത് എന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു പ്ലാന്. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ നിനക്ക് പ്രത്യേകിച്ചൊരു കൂസലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ അവളെ കംപ്ലീറ്റ് ആയിട്ട് ഗിവ് അപ്പ് ആക്കി.
പക്ഷേ പിന്നീടല്ലേ നീ അവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ അവൾക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അവൾ ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്നൊക്കെ പറയുന്നു. എന്നാൽ അതൊന്നും കേട്ടിട്ട് ഞാൻ തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല. ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. എന്നിട്ട് ഞാൻ പറയും, ഞാൻ അവൾക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, ഞാനല്ല. ചിലപ്പോൾ അവളുടെ ആ ഒരു ആൻറ്റിൻ്റെ വീട്ടിൽ അവൾക്ക് അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതായിരിക്കും അവളുടെ കാരണം എന്നും ഇവനിങ്ങനെ ഗസ് അടിച്ച് പറയുമ്പോൾ ഈ പയ്യൻ പറയും, ചിലപ്പോൾ അതായിരിക്കുമെന്നല്ല, അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. കാരണം ആ ഒരു വീട്ടിൽ അവൾക്ക് ഒരുപാട് ടോർച്ചറിങ് അവൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ആൻറ്റി മാത്രമല്ല, ഒരു അങ്കിളും ഉണ്ടായിരുന്നു, ആ ഒരു ആൻറ്റിൻ്റെ ബ്രദർ. അയാളും നന്നായിട്ട് അവളെ ഉപദ്രവിക്കുമായിരുന്നു, പല രീതിയിലും പല വിധത്തിലും അവളെ ഉപദ്രവിക്കാൻ നോക്കുമായിരുന്നു. പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഒരു തവണ ആക്സിഡൻ്റലി അവൾ അറിയാതെ ഇവളുടെ ആ ഒരു ബെസ്റ്റി ഉണ്ടല്ലോ അവരോട് പറഞ്ഞതാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഞാനും ഒന്ന് ചിന്തിക്കും, ഇതുവരെ ആ ഒരു അങ്കിൾ ഈ ഒരു ടൗണിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീടാണ് അവളുടെ ലൈഫിൽ എന്തൊക്കെയോ മറിമായങ്ങൾ സംഭവിച്ചത്. പിന്നെ അവൾ ഇവിടെ നിന്ന് മിസ്സിങ് ആയിട്ടും എവിടെയാണ് പോയതെന്ന് അറിയാത്തത് കൊണ്ടും അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഓരോന്നിങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ ഇവൻ ഒരു ക്ലൂ കൊടുക്കുന്നത്. അതായത് അവന് കണ്ടിട്ടുണ്ട് അവളെ ഹോങ്കോങ്ങിൽ വെച്ചിട്ട്. എന്നിട്ട് ആ ഒരു ലൊക്കേഷന് പറയുന്നു. അത് കേട്ടതും ഇവിടെ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ചാടി എണീറ്റിട്ട് അങ്ങോട്ട് ഓടാനുള്ള ശ്രമമാണ്. അതിൽ ഇവൻ പറയും, നീ വല്ലാണ്ട് ധൃതി പിടിക്കേണ്ട, ഞാൻ എൻ്റെ വക അവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷേ അവളുടെ ഒരു പൊടി പോലുമില്ല. അവൾ താമസിച്ചിരുന്ന റൂമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അവൾ ഇപ്പോൾ അവിടെ ഇല്ല എന്നും പറയുന്നു. അത് കേട്ടതും പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കൊന്നുമില്ലല്ലോ. എന്നിട്ട് അവന് കണ്ടുപിടിച്ച ആ ഒരു ഹോട്ടലിൻ്റെ അഡ്രസ്സും എല്ലാം ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് എയർപോർട്ടാണ്. അവന് അവളുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എന്നാൽ ആ ഒരു ചെക്കിൻ ടൈമിലും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതൊന്നും അവനക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, അവളെ അന്വേഷിക്കണം, അതാണ് ആകെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം. പിന്നെ നേരെ അവിടെ എത്തിയിട്ട് നേരെ പോകുന്നതോ അവൾ ആദ്യം ആ ഒരു ഹോങ്കോങ്ങിൽ എത്തിയ ഉടനെ തന്നെ താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടൽ റൂമാണ്. എന്നിട്ട് ഇവിടെ ആക്ച്വലി ആ ഒരു ഡ്രൈവർ പയ്യൻ കൊടുത്തതാണ് ഈ ഒരു അഡ്രസ്സ്, അവൻ കണ്ടുപിടിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ ഉള്ള ഒരു റിസപ്ഷനിസ്റ്റിനോട് ഇങ്ങനെ ചോദിക്കുന്നു അവളുടെ പേര് പറഞ്ഞിട്ട്. എന്നാൽ അവൾ പറയുന്നത് അങ്ങനത്തെ ഒരു പെൺകുട്ടി ഇവിടെ താമസിച്ചിട്ടില്ലെന്ന്. എന്നാൽ പോവാനിരുന്ന പെട്ടെന്ന് അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ ഇവൾ പറയും, ഓ ഇതോ, ആക്ച്വലി ഇവളുടെ പേര് ഇതല്ലല്ലോ, വേറൊരു പേരാണെന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇവൾ കള്ള പേരിലാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. ഏതായാലും ആ ഒരു റൂം കാണിച്ചു കൊടുക്കണം, വളരെ ഇടുങ്ങിയ ഒരു റൂമാണ്. എന്നിട്ട് ആ ഒരു റിസപ്ഷനിസ്റ്റ് പറയും, അവളെ പറ്റി പെട്ടെന്ന് അങ്ങോട്ട് ആർക്കും മറക്കാൻ പറ്റില്ല, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് മാത്രമല്ല, പക്ഷെ അവളുടെ മുഖത്ത് എന്തോ ഒരു വലിയൊരു വിഷമം, എന്തോ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുന്ന പോലെയാണ് അവളുടെ മുഖം എപ്പോഴും. പിന്നെ മാത്രമല്ല അവൾ എപ്പോഴും ഫുഡ് കഴിക്കലോ വെറും ബ്രെഡും പാലും മാത്രം, എന്നും ദിവസം 3 നേരം പോലെ അത് മാത്രമാണ് കഴിച്ചിരുന്നത് എന്നും പറയുന്നു. അത് കേട്ടതും ഞാൻ ഭയങ്കര വിഷമം, അവന് എപ്പോഴും ഫുഡും എല്ലാം കൊടുത്ത് അവളെ നന്നായിട്ട് നോക്കിയിരുന്നതാണല്ലോ. എന്നാൽ അവളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിൽ ഒരു നല്ലൊരു റിസൾട്ട് ഒന്നും കിട്ടിയില്ല. അവനിങ്ങനെ ദിവസവും ഇങ്ങനെ ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൻ്റെ ഒരു ഓഫീസിലാണെങ്കിലോ അവനില്ലാത്ത വളരെ വലിയ പ്രശ്നങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഹോൻ അവനെ വിളിച്ച് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ വാ, ഇവിടെ പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ ആക്ച്വലി അവനിരുന്ന് ഈ കഴിക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇഫാൻ വർക്ക് ചെയ്യുന്നത്. അവൾ പിന്നിലൂടെ പോകുന്നു, അവൾ പാത്രം കഴുകുന്നു. എന്നാൽ ഇവൻ അതൊന്നും കാണുന്നില്ല, ഹോനുമായിട്ടുള്ള ഭയങ്കര സംസാരത്തിലാണ്. ഇനി തിരിച്ച് അവൻ്റെ നാട്ടിലോട്ട് തന്നെ വന്നിരിക്കുകയാണ്. അവന് ഒരു ജോലിക്കിടയിൽ ലീവ് എടുത്ത് വന്നതാണല്ലോ. അങ്ങനെ ആ ലീവ് കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ തിരഞ്ഞിട്ടൊന്നും അവളെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. അങ്ങനെ ഹോനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഹോനും അവൻ്റെതായിട്ടുള്ളൊരു ഗസ്സിങ് പറയുകയാണ്, ചിലപ്പോൾ അവൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടാകും, പിന്നെ അവിടെ ഹാപ്പി ആയിരിക്കും, അവളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറുന്നത് വരെ അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവ പറയും, ഒരിക്കലുമല്ല, റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് അവൾ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നൊക്കെ. പിന്നെ ഞാൻ ഒരു ഐഡിയ തോന്നുകയാണ്, ഈ ഹോനോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. അതായത് ഇവിടെ ഹോൻ്റെ ഗ്രാൻഡ് പാരൻസ് വളരെ മുന്നേ ഒരുപാട് കാലം താമസിച്ചിരുന്നു ഹോങ്കോങ്ങിൽ. അപ്പോൾ അവർ ത്രൂ എന്തെങ്കിലും ഒരു കോണ്ടാക്ട്സ് അവരുടെ ആ ഒരു അറിവിലുള്ള ആരെങ്കിലും വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിൽ ഇവനും അവനെ ഹെൽപ്പ് ചെയ്യാമെന്നും പ്രോമിസ് കൊടുക്കുന്നു. ഇനി നേരെ ഇവരെല്ലാവരും കൂടി ആ ഒരു ഗ്രാൻഡ് പാരൻസിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ ഗ്രാൻഡ് മദർ പറയുന്നത്, നമുക്ക് അവളെ എന്തായാലും കണ്ടുപിടിക്കാം, പിന്നെ എനിക്ക് പഴയ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതും പിന്നെ പണ്ട് ഞങ്ങളുടെ താമസിച്ചിരുന്ന അവിടെയുള്ളവരെല്ലാവരും ഉണ്ട്, നീ ഒരിക്കലും വിഷമിക്കേണ്ട, നമുക്ക് അവളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നും ഇങ്ങനെ ഭയങ്കര ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്നാൽ അതേസമയം ഇവിടെ ഇഫാൻ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുക എന്നുള്ളത്. ആ ഇൻസിഡൻറ്റിന് ശേഷം അങ്കിളുമായിട്ടുള്ള ആ ഒരു വീഴ്ചയ്ക്ക് ശേഷം അവളുടെ കാലിന് വയ്യാതാവുകയും അവൾ ഡാൻസ് ക്വിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ് അവൾക്ക് വീണ്ടും ഡാൻസ് കളിക്കാൻ ഒരാഗ്രഹം. എന്നിട്ട് അവൾ ഈ ഒരു പയ്യനുണ്ടല്ലോ, അവൾക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു ഫ്രണ്ട്, അവൻ്റെ ആ ഒരു ഡാൻസ് സ്കൂളിലെ പുതിയ ഒരു താൽക്കാലിക ടീച്ചറായിട്ട് അവൾ ജോയിൻ ചെയ്യുകയാണ്.
എന്നിട്ട് അവളിങ്ങനെ റെഡിയൊക്കെ ആവുകയാണ്. എന്നിട്ട് ഈ ഒരു പയ്യൻ തന്നെ പുതിയ ടീച്ചറെ അവിടുത്തെ ആ ഒരു കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആക്ച്വലി ഇവരുടെ ഒരു ടീച്ചർ ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് ലീവിലാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് കുറച്ച് സമയത്തിന് വേണ്ടി മാത്രമായിട്ട് ഇഫാൻ വന്നിരിക്കുന്നു. എന്നാൽ അവളെ പണ്ട് ഇങ്ങനെ ആ ഒരു ട്രെയിൻ ചെയ്ത ആ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ, ആ പെൺകുട്ടിയൊക്കെ ഇതാണ് ടീച്ചർ എന്ന് കണ്ട അവൾക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്നിട്ട് അവരെല്ലാവരും ഇവളെ ഭയങ്കരമായിട്ട് നല്ല സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നു. എന്നാൽ അതേസമയം ഇവിടെ ഇഫാനെ തിരഞ്ഞിറങ്ങുന്നത് ഇവിടെ ബെസ്റ്റിയും ഹോനുമാണ്. യാനെ തിരക്കായത് കൊണ്ട് തന്നെ അവനക്ക് വരാൻ വയ്യ. പിന്നെ ഈ ഒരു ഗ്രാൻഡ് പാരൻസിൻ്റെ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ഹോനായിരിക്കും ഒന്നുകൂടെ അവളെ കണ്ടുപിടിക്കാൻ ഈസി എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഏതായാലും ഇവൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് പോകാൻ വേണ്ടിയിട്ടുള്ള. എന്നാൽ അമ്മ ഒന്ന് മടിച്ചുകൊണ്ട് അവളുടെ അടുത്തോട്ട് വന്നിട്ട് അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, നീ ഹോൻ്റെ കൂടെയല്ലേ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഒരുപാട് കറക്കും കാര്യങ്ങളും എല്ലാമായിട്ട് നിൻ്റെ മുഖമൊക്കെ ഡള്ളാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമെല്ലാം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയുന്നു. എന്നിട്ട് ഒന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറയും, ഈ അമ്മക്ക് ഇത്ര തന്നെ തരാൻ കഴിയുകയുള്ളൂ, നിനക്ക് കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ, എനിക്ക് ഇത്ര പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവൾ ഇന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറയും, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കൂലേ, പിന്നെ ഈ അമ്മ ഇത് മേടിച്ച് തന്നത് തന്നെ എനിക്ക് വളരെ ഹാപ്പിയാണ്. എന്നിട്ട് അമ്മയുടെ ആ ഒരു മൂഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അമ്മക്ക് തന്നെ ഒരുപാട് ക്രീമൊക്കെ അമ്മ കൊണ്ടുവന്ന് ക്രീമൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഹോനും ഈ ഒരു ബെസ്റ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് അമ്മ ഒന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ട് അവനെ പറ്റി ചോദിക്കുമ്പോൾ ഈ ബെസ്റ്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നത്, അവൻ നല്ല പയ്യനാണ്, എന്നെ ഭയങ്കര കാര്യമാണ്, എന്നെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടാണ്. ശേഷം പറയും, അവൻ എന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പഴയ ഗേൾ ഫ്രണ്ട്സിനെ പോലെയല്ല, ഞാൻ അവനക്ക് സ്പെഷ്യലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടതും ഈ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഇനി അടുത്ത ദിവസം ബെസ്റ്റിയും ഹോനും കൂടി എയർപോർട്ടിൽ അവർ ഹോങ്കോങ്ങിലോട്ട് പോവുകയാണല്ലോ. എന്നിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട്, അവളെ കണ്ടുപിടിച്ചാൽ ആദ്യം തന്നെ അവൾ എന്തിനാണ് പോയതെന്ന് ചോദിക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും അവളെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നു. അതിൽ ഹോന് പറയുന്നത്, പാവം അവനക്ക് നല്ല ടെൻഷനുണ്ട്, എന്നാൽ നല്ല പ്രതീക്ഷയുമുണ്ട് നമ്മളെ ഇങ്ങനെ പറഞ്ഞയക്കുന്നതിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഏതായാലും ഇവർ ഹോങ്കോങ്ങിലെത്തി. എന്നിട്ട് അവിടെ ഒരു ഹോട്ടൽ റൂം എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ റിസപ്ഷനിസ്റ്റ് ഇവരോട് ചോദിക്കും, എത്ര റൂമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഹോന് ഈ ഒരു ബെസ്റ്റിനെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പറയും 2 റൂം എടുക്കാമെന്ന്. അതിൽ ഇവൾ പെട്ടെന്ന് പറയും, അത് വേണ്ട, നമുക്ക് ഒന്ന് മതി, നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ റൂമൊക്കെ ഷെയർ ചെയ്തതല്ലേ, പിന്നെ അത് മാത്രവുമല്ല നമുക്ക് ഇഫാനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നമ്മൾ ഒരുമിച്ച് നിൽക്കണം, പിന്നെ കാശ് ലാഭിക്കാലോ എന്ന് പറയുന്നു. എന്നിട്ട് അവൾ തന്നെ ഒരു റൂം മതി എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുകയാണ്. പിന്നെ റൂമിലെത്തിയതിന് ശേഷം ഈ ബെസ്റ്റി അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ആ ഒരു റിസപ്ഷനിസ്റ്റിനെ പരിചയമുണ്ടോ, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ടോക്ക് പോലെ എന്ന് പറയുമ്പോൾ ഹോന് പറയും, ഇല്ല അത്ര പരിചയമൊന്നുമില്ല, പിന്നെ അവന് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ വരുമ്പോൾ ഈ ഒരു റൂമായിരുന്നു എപ്പോഴും ബുക്ക് ചെയ്തിരുന്നത് ഈ ഒരു ഹോട്ടലിൽ, അപ്പോൾ ഇവളിങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ ജസ്റ്റ് പറയുന്നു. അതിൽ ഇവളൊന്ന് സംശയിച്ചു കൊണ്ട് ചോദിക്കും, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണോ അതോ നിൻ്റെ വല്ല പഴയ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ എന്ന്. അതിൽ ഇവന് പറയും, ആക്ച്വലി ഞാൻ അവരുടെ കൂടെ അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല, അതും ഓവർനൈറ്റൊക്കെ സ്റ്റേ ചെയ്യുന്ന അതുപോലത്തെ ഒരു ട്രാവലിംഗ് ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. അതിലിവിടെ ബെസ്റ്റി ഒന്ന് സംശയിച്ചുകൊണ്ട് ഒന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ചോദിക്കും, അതെന്താ എന്ന്. അതിലിവൻ പറയും, നമ്മൾ ഓവർനൈറ്റൊക്കെ സ്റ്റേ ചെയ്താൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലേ അത് അവർക്ക് എന്നെ മുതലാക്കാനുള്ള ഒരു അവസരമായിരിക്കുമല്ലോ, ഭീഷണിപ്പെടുത്തുക, ടോർച്ചറിങ്, അപ്പോൾ അവർ ആ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അവരെ പറ്റി അറിയുന്നത് വേറെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ബന്ധത്തിലോട്ട് പോകാറില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവനൊന്ന് ഓപ്പണായിട്ട് പറയും, പക്ഷേ നിൻ്റെ കൂടെ അങ്ങനെയല്ല, നിന്നുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഒരുപാട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്, പിന്നെ നീയുമായിട്ടുള്ളതിൽ എനിക്ക് എൻ്റെ ആ ഒരു ഇമോഷൻസ് എല്ലാം എനിക്ക് തുറന്ന് കാട്ടാം, എനിക്ക് കരയണമെങ്കിൽ കരയാം, എനിക്ക് ചിരിക്കണമെങ്കിൽ ഓപ്പണായിട്ട് ചിരിക്കാം, എല്ലാം നീ എപ്പോഴും എന്നെ ഇങ്ങനെ കംഫർട്ടാക്കിക്കൊണ്ടാണ്, എപ്പോഴും നീ എന്നെ കെയർ ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അവളെ കൂടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരുപാട് പോസിറ്റീവ് ഇവനിങ്ങനെ പറയുകയാണ്. ശേഷം പറയും, പക്ഷേ ഒരേ ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾക്ക് അതെന്താണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹം. ചോദിക്കുമ്പോൾ പറയും, എനിക്ക് നിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു നിൽക്കുമ്പോൾ എനിക്കൊരു കൺട്രോൾ കിട്ടുന്നില്ല, നിൻ്റെ മേലെ അങ്ങോട്ട് വീഴാനൊക്കെ തോന്നുകയാണ് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ഈ ബെസ്റ്റിക്കും അത്രയും അങ്ങോട്ട് കൺട്രോളൊന്നുമല്ല അവളും നിൽക്കുന്നത്. പിന്നെ അവൾ നേരെ വന്നിട്ട് ഇവനെ അങ്ങോട്ട് കിസ് ചെയ്യും, പിന്നെ ഇവൻ അങ്ങോട്ടും, അങ്ങനെ ഭയങ്കര കിസ്സിങ് ആയി. എന്നിട്ട് അവരൊരു മറ്റൊരു രീതിയിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ഈ ഒരു ബെസ്റ്റി അവനെ ബ്ലോക്ക് ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് വല്ല പ്രൊട്ടക്ഷനും ഉണ്ടോ എന്ന്. അതിൽ ഇവന് പറയും, നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഇവൾ പറയും, എന്നാൽ ഓക്കെ, എന്നാൽ നമുക്കിന്ന് വെറുതെ നിൽക്കാം, എന്നിട്ട് നാളെ ഞാൻ തന്നെ മേടിക്കാമെന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ഹോന് ഭയങ്കര സന്തോഷം, ഭയങ്കര അത്ഭുതമുണ്ട് ഇവളുടെ ഈ ഒരു അപ്രോച്ചും എല്ലാം കണ്ടിട്ട്. എന്നിട്ട് അവർ വീണ്ടും പഴയതുപോലെ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്, ഒന്നും നടക്കാൻ സമ്മതിക്കാതെ. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ഉറക്കം വരുന്നില്ല. അങ്ങനെ ഉറക്കം വരാതെ ഏകദേശം നേരം വെളുത്ത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. ആദ്യം കുറച്ച് ഓക്വേർഡായിട്ട് നിന്നെങ്കിലും പിന്നെ അവളെ നന്നായിട്ട് ഇങ്ങനെ കംഫർട്ടാക്കുകയാണ്. എന്നിട്ട് പറയും, നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയില്ലേ, എന്നാൽ ഞാനിനി ഒഫീഷ്യലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാവരെയും അറിയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവളും അതിന് ഓക്കെ എന്ന് പറയുന്നു.
ഇനി അടുത്ത ദിവസം മുതൽ ഇവിടെ ഹോനും ബെസ്റ്റും വന്ന കാര്യം നടക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇഫാനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതും ഓരോരോ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയൊക്കെ. അതായത് അവളെങ്ങാനും ഇനി വല്ല പഠിക്കാനും വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കോളേജിൽ ചേർന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് അവരുടെ ഫസ്റ്റ് ആ ഒരു രീതിയിൽ അന്വേഷിക്കുന്നത്. എന്നാൽ അവർ പല കോളേജിലും അന്വേഷിച്ചിട്ടും അവിടെയൊന്നും ആരും അങ്ങനെ ഒരു പേര് കേട്ടിട്ടേയില്ല. എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ അവൾ ആ ഒരു ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ. എന്നിട്ട് ഇവർക്ക് ഈ കുട്ടികൾക്ക് ഒരു സ്റ്റെപ്പ് തീരെ അങ്ങോട്ട് ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഇഫാന് അത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവളുടെ കാല് ഭയങ്കര വേദന, പണ്ട് വീഴ്ചയുടെ ആ ഒരു ഭാഗം. എന്നിട്ട് അവൾക്കത് കഴിയുന്നതേ ഇല്ല. പക്ഷേ അവൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ തീരെ വയ്യാതായപ്പോൾ കുട്ടികളോട് ഒന്ന് പ്രാക്ടീസ് ചെയ്യും, ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നു. ഇനി അതെല്ലാം ഇവിടെ ഈ ഒരു പയ്യൻ കാണുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവർ ഒരു ഡിന്നർ കഴിക്കുകയാണ്, ഈ പയ്യനും ഇഫാനും. പിന്നെ അന്നത്തെ ആ ഒരു അമ്മയും മകളും പ്രോബ്ലത്തിൽ ആ മകളുമുണ്ട്. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തതിൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പയ്യൻ ഇവൾക്ക് കാലിന് വയ്യാത്തത് കൊണ്ട് തന്നെ ഇവളെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കുകയാണ്. അതായത് ഇങ്ങനെ വയ്യാന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും മൂലക്കിൽ ഇരിക്കരുത്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. വയ്യാന്ന് പറഞ്ഞാൽ എന്നും വയ്യായിക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾക്കുള്ള ആ ഒരു ഊർജ്ജം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയും ഇവളും ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു പയ്യനാണ് ബില്ലൊക്കെ അടക്കുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി പറയുന്നു, ആക്ച്വലി അവൻ നിന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തില്ലേ, അത് നിനക്ക് കാലിന് വയ്യാത്തത് കൊണ്ടാണ് എന്ന് നീ മനസ്സിലാക്കി. പക്ഷെ അങ്ങനെയല്ല, അവൻക്കും നിൻ്റെ അതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അവനും ഭയങ്കര ഒരു ഡാൻസർ ആയിരുന്നു. എന്നിട്ട് അവൻ്റെ ഒരുപാട് കാലത്തെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് അവൻക്ക് പാരീസിൽ ഒരു കോമ്പറ്റീഷൻ കിട്ടി. എന്നിട്ട് അവൻ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്താണ് അവൻ്റെ മേലോട്ട് ഒരു കാറ് ഇടിച്ച് പാഞ്ഞ് വരുന്നത്. എന്നിട്ട് അന്ന് അവൻ്റെ കാലിന് വയ്യാതായി. പിന്നെ കാലിന് വയ്യാന്ന് മാത്രമല്ല, അതിൽ നിന്നും ഒന്ന് റിക്കവറി ആയി എടുക്കാൻ ഒരുപാട് കാലമെടുത്തു. അപ്പോൾ അവൻ്റെ ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും എന്ന് പറയുന്നു. അത് കേട്ടപ്പോഴും ഇവിടെ ഇഫാന് ഭയങ്കര വിഷമമാകും. എന്നിട്ട് അവനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത ദിവസമാണ് ആ ഒരു ദിവസം. അതായത് ഇവിടെ ബെസ്റ്റിയും ഹോനും ഇങ്ങനെ അവളെ അന്വേഷിച്ച് നടക്കുകയല്ലേ. എന്നാൽ ഇവിടെ ഇഫാന് അവരുടെ കണ്ണുപെടുകയാണ്. ഈ ഹോന് ഇഫാനല്ല അത് എന്നും ഭയങ്കര എക്സൈറ്റഡിൽ പറയുന്നു. എന്നാൽ അത് കേട്ട് ബെസ്റ്റിയും അവളെ പേര് വിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് അവളെ അങ്ങോട്ട് ഹഗ് ചെയ്യും. അതിൽ ഇവിടെ ഇഫാന് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇവൾ ഇത്രയും കാലം ഒളിച്ചോടിയതെല്ലാം വെറുതെ ഇവരുടെ മുന്നിൽ തന്നെ പെട്ടിരിക്കുന്നു. ഇവളാണെങ്കിലോ ഇനി ആകെ മെലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, എന്താ നിൻ്റെ പ്രശ്നം, നീ എവിടേക്കാണ് ഈ ഓടി ഒളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയും, നീ ഫ്രീ ആണോ, നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ എന്ന്. എന്നിട്ട് ഇഫാന് പറയും, എനിക്ക് ഇന്ന് ഫ്രീ അല്ല, എനിക്കിന്ന് ജോലിക്ക് പോകാനുണ്ട്, ഇപ്പോൾ സമയമായിട്ടുണ്ട്, നമുക്ക് നാളെ സംസാരിച്ചാലോ എന്ന്. എന്നിട്ട് അവർ തമ്മിൽ ഒരു ഡേറ്റും ടൈമും എല്ലാം ഫിക്സ് ചെയ്യുകയാണ്. എന്നാൽ അന്ന് രാത്രിയാണെങ്കിലോ ഇവിടെ ഈ ബെസ്റ്റിയും ഹോനും അവർ ഭയങ്കര എക്സൈറ്റഡിലാണ്. കാരണം ഒരുപാട് കാലത്തിന് ശേഷം ഇഫാനെ കണ്ടുപിടിച്ച് എന്നിട്ട് അവളുമായിട്ട് എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോനാണെങ്കിൽ പറയുന്നത്, നമ്മൾ അവളെ കണ്ട സ്ഥിതിക്ക് ഇനി ഞാനോട് പറയല്ലേ, അവന് ഒരുപാട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കല്ലേ നമ്മുടെ അടുത്ത് നിന്നും ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ എന്ന് പറയുമ്പോൾ ഈ ബെസ്റ്റി ഇപ്പോൾ സമ്മതിക്കുന്നില്ല. കാരണം ബെസ്റ്റി പറയും, ആക്ച്വലി ആദ്യം നമ്മൾക്ക് അവൾക്ക് എന്താ പ്രശ്നം പറ്റിയത്, അവൾക്ക് എന്തെങ്കിലും ഇവനുമായിട്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം പറയാം. ഒരുപക്ഷെ അവനും എന്തെങ്കിലും നിന്നും പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ, പിന്നെ ഇഫാന് പുതിയൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ ഗസ് അടിക്കുകയാണ്. അങ്ങനെ ഏതായാലും അവർ തീരുമാനിക്കുന്നു, ഇപ്പോൾ ഞാനുമായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ട, ആദ്യം അവളുടെ മനസ്സിലുള്ളത് അറിയട്ടെ എന്നും വിചാരിക്കുന്നു. എന്നാൽ ഇഫാനാണെങ്കിലും ഈ ഒരു സമയം ഇവരെ കണ്ടതിന് ശേഷം അവളുടെ ആ ഒരു പഴയ ലൈഫ്, യാനോടുമൊത്തുള്ള ആ ഒരു ലൈഫ് എല്ലാം ഓർമ്മ വരികയാണ്. എന്നിട്ട് ആ ഒരു പഴയ ഒരു ഫോണും അന്ന് അവൾ ഇങ്ങോട്ട് വന്ന ഒരു സമയത്ത് ഓഫാക്കിയിട്ട് ആ ഒരു ഫോൺ ഓണാക്കുമ്പോൾ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാൻ അയച്ചതെല്ലാം അവൾ ഓരോന്നായിട്ട് വായിക്കുന്നു. അന്ന് അവനക്ക് വിഷമങ്ങളും മിസ്സിങ്ങും ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് അയച്ചിരുന്നല്ലോ, സുഖമാണോ, ഫുഡ് കഴിച്ചോ, എവിടെ, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെല്ലാം ഇവൾ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ മറ്റൊരു മെസ്സേജ് കാണുന്നു. അതായത് ആ ഒരു അങ്കിള് ഇവളെ കാണാനില്ലെന്നുള്ള വിവരമൊക്കെ അറിഞ്ഞതിന് ശേഷം ഇവളെങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഓരോ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. നീ എന്നെ പേടിച്ച് പോയോ, ഇനി എവിടെ പോയാലും ഞാൻ ഇനി അവിടെ വന്ന് ഉപദ്രവിക്കും എന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഇവിടെ ഇഫാന് ഭയങ്കര വാശി കയറി. എന്നിട്ട് അപ്പോൾ തന്നെ റീപ്ലൈ കൊടുക്കും, ഞാൻ ഒരിക്കലും നിങ്ങളെ പേടിച്ച് പോയതല്ല, ഞാനിവിടെ ഹോങ്കോങ്ങിലുണ്ട്, ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്, എനിക്ക് നിങ്ങളെ പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണി സ്വരത്തിൽ അങ്ങോട്ടും ഒരു മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നു, ഈ ഒളിച്ചോട്ടം കൊണ്ട് ഒന്നും നടക്കുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടപ്പെട്ടവർ വിഷമിക്കുക എന്നല്ലാതെ വേറൊരു കാര്യം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് തന്നെ അത് ഒത്തുതീർപ്പാക്കും, നേരിട്ട് തന്നെ അതിനോട് ഫൈറ്റ് ചെയ്യും, ഒരു പ്രോമിസ് എടുക്കുകയാണ്. ഇനി ഇവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇഫാൻ വരികയാണ് ഇവരോട് സംസാരിക്കാനൊക്കെ. ഇവർ ഭയങ്കര എക്സൈറ്റഡിലാണ്. മാത്രമല്ല ഇവളിങ്ങനെ വിചാരിക്കും, ഇനി എങ്ങാനും ഇഫാന് പുതിയ ബോയ് ഫ്രണ്ട് ഉണ്ടായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ യാൻ്റെ അവസ്ഥ അവനാകെ സമനില തെറ്റും.
എന്നൊക്കെ ഇവരിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് കൂട്ടുകയാണ്. അങ്ങനെ ഇഫാൻ വരും. ഇഫാൻ വന്ന പാടെ അവരും ഭയങ്കരമായിട്ട് അവളെ സ്വീകരിക്കുന്നു. എന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറയും. എന്നിട്ട് ഇവൾ ഈ ബെസ്റ്റി ഒന്ന് സംശയിച്ചുകൊണ്ട് ചോദിക്കും, നീ ഇവിടെ നിന്നെ കണ്ടുപിടിച്ച കാര്യം ഞാൻ യാനോടൊന്ന് പറയട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവിടെ ഇഫാൻ പറയും, വേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന്. എന്നിട്ട് അവൾ ഫോൺ എടുത്തിട്ട് അവന് വിളിക്കാനുള്ള ആ ഒരു ശ്രമമാണ്. എന്നാൽ ഇവർക്കൊരു പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റി മോഹനും പറയും, എന്നാൽ നമ്മൾ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്താലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് ഇവരിങ്ങനെ മാറി നിന്നിട്ട് ഇവളെ ഇങ്ങനെ നോക്കും. ഇവളുടെ എക്സ്പ്രഷനും ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവരിങ്ങനെ പറയും, ഇനി ചിലപ്പോൾ അവരുമായിട്ട് ബ്രേക്കപ്പ് ആകുകയായിരിക്കുമോ, ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയായിരിക്കുമോ എന്തെന്നില്ലാത്ത ഭയങ്കര ടെൻഷൻ. പിന്നെ അവർ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് ഒന്നിങ്ങനെ പതുക്കെ വരും. എന്നിട്ട് ഇവൾ അടുത്തിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇവളെന്താ പറയാൻ പോകുന്നത്, യാനുമായിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നും ഇവരറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ആകാംക്ഷ. അവസാനം ഇവൾ പറയും, ഞാൻ അവനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതും ഭയങ്കര സന്തോഷിച്ചിട്ട്. അത് കണ്ടതും ഇവർക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നമെല്ലാം മാറി. നമ്മൾ വിചാരിച്ചതുപോലെ അവൾക്ക് പുതിയ ബോയ് ഫ്രണ്ട് ഒന്നുമില്ലെന്ന്. എന്നിട്ട് അവളുടെ ആ ഒരു സന്തോഷ മുഖം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. ഇനി ആ ഒരു എക്സ്ട്രാ സീനാണ് കാണിക്കുന്നത്. ഇഫാനെ അവൻക്ക് വിളിച്ചിട്ട് എന്താണ് സംസാരിച്ചത് ആ ഒരു രംഗം. എന്നാൽ ഞാനാണെങ്കിലോ ജോലിയുടെ ആ ഒരു തിരക്കിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ ഒരുപാട് റിങ് ചെയ്തതിന് ശേഷമാണ് ഫോണിലോട്ട് നോക്കുന്നത്. പണ്ട് ഇഫാൻ ഉപയോഗിച്ചിരുന്ന അതേ നമ്പറിൽ നിന്നും യാനിക്ക് കോൾ വരുന്നു. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ആ ഒരു ഫോൺ എടുക്കും. അവളാണെങ്കിലോ എടുത്ത പാടെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. അതിൽ ഞാൻ ഒന്ന് സങ്കടപ്പെട്ടുകൊണ്ട്, എനിക്ക് എങ്ങനെ സുഖമുണ്ടാകാനാ, പണ്ട് എൻ്റെ അടുത്ത് നിന്നും ഒരു 20 ബക്സ് മേടിച്ച് ഓടിപ്പോയി ഒരു പെൺകുട്ടി അവൾ വീണ്ടും ഓടിപ്പോയിരിക്കുന്നു. പിന്നെ അവളുടെ ആ ഒരു ക്യാഷ് കിട്ടാതെ ഞാൻ എങ്ങനെ സന്തോഷിക്കും എന്നും പറയുന്നു. അത് കേട്ടതും ഇവൾക്കും ഭയങ്കര സന്തോഷം. ഇവനെ ഒന്ന് കളിയാക്കി പറഞ്ഞതാണെങ്കിലും ആ ഒരു ഇമോഷനാണ് ആ പുറത്ത് വന്നത്. എന്നിട്ട് ഇവിടെ ഇഫാൻ ചോദിക്കും, എന്നിട്ട് ഇഫാൻ പറയും, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു, എങ്ങനെ കാണാമെന്ന്. അത് കേട്ടതും ഇവിടെ അവൻ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം അവന് ഓൺ ദി സ്പോട്ടിൽ തന്നെ പറയും, ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാമെന്ന്. അങ്ങനെ ആ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അവളെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇവളും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വന്നതും അവർ തമ്മിലുള്ള വീണ്ടുമുള്ള ആ ഒരു കൂടിക്കാഴ്ചയും എല്ലാം കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.